ഹലോ എവരിവൺ, എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിവിടെ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നുള്ളത്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് വോട്ടിൻ്റെ ദിവസമാണ്. വോട്ട് രാവിലെ പോകണോ ഉച്ചയ്ക്ക് പോകണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് പോയാൽ തിരക്ക് കുറയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചൂടല്ലായതുകൊണ്ട് എല്ലാവരും രാവിലെ തന്നെ വരുമെന്ന് വിചാരിക്കുക. നോക്കട്ടെ, പറ്റുന്നത്രയും വേഗത്തിൽ പോയിട്ട് വോട്ടൊന്നും ചെയ്തിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ മുറ്റമെല്ലാം അടിച്ച് വാരട്ടെ, എന്നിട്ട് പിന്നെ അകമെല്ലാം അടിച്ച് വാരി തുടച്ചിട്ട് വേണം വിളക്ക് വെക്കാൻ വേണ്ടി. ഇപ്പം ഇനി ആ പണിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ എണീച്ച് വരുമ്പോഴേക്ക് തന്നെ ബ്രൂണോനും കൊണ്ട് ചേട്ടൻ പുറത്തെല്ലാം പോയി അവൻ്റെ മൂത്രയ്ക്കലും ബാക്കി പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഓമുണ്ടാതെ അടങ്ങി കിടന്നോളും. പിന്നെ ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ കൊടുത്താൽ മതി. അങ്ങനെ എൻ്റെ അടിച്ചു വാരലും തുടക്കെല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ പോകുമ്പോൾ എല്ലാം മടക്കി വെച്ചിട്ട് പോയതാ. ഗൗരി എണീച്ച് കഴിയുമ്പോൾ വീണ്ടും എല്ലാം ബെഡ്ഷീറ്റും എല്ലാം ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ചു. ഇതിപ്പോൾ ഗൗരിയോട് കുറച്ച് എന്തെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാ. ഈ വെക്കേഷൻ തുടങ്ങിയതിന് ശേഷം പുസ്തകം കൈകൊണ്ട് തൊട്ടിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് പഠിപ്പിക്കണമെന്ന് ടീച്ചറെല്ലാം വരുമ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇന്നോട്ട് പഠിക്കാൻ തുടങ്ങണം ഗൗരി എന്ന് പറയുമ്പോൾ ഇല്ല ദേഷ്യാതിപ്പോൾ കണ്ടത്. ഓളെ പിന്നെ അധികം അങ്ങ് നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങളെ വെക്കേഷന് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാനൊന്നും കളിച്ച് നടന്നതല്ലാതെ ബുക്കൊന്നും കൈകൊണ്ട് തൊട്ടിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പഠിക്കാനുള്ള അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഗൗരീനെ 2ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ കുറച്ചെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ആ ബെഡ്ഷീറ്റെല്ലാം ഗൗരി ചുരുട്ടി കൂട്ടി വെച്ചതെല്ലാം ഒന്ന് നേരെയൊക്കെ വെക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കിടക്കും. ഗൗരി വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തുള്ളും. ഇതെല്ലാം പഴയ പോലെ ആവുകയും ചെയ്യും. അങ്ങനെ കർട്ടനിലൊന്നും നീക്കിയിട്ട് നേരെ കാപ്പി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂട് സമയമാണെങ്കിലും രാവിലെ ഇല്ല ഒരു സിംഗിൾ കാപ്പി ഉണ്ടല്ലോ, അത് ഇടാൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് ചെറുപയറും അവലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കാമെന്നല്ല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ ജസ്റ്റ് പിന്നെന്താ ഇന്നലെ തന്നെ തലേദിവസം തന്നെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളെ ഉള്ളിയും ഉപ്പും മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല, ഉള്ളി ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിടും. അത്രയേ ഉള്ളൂ കേട്ടോ. സാധാരണ ചെറുപയർ പുഴുങ്ങൂല അത് തന്നെ. അപ്പോൾ അതവിടെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നേരത്തെ സങ്കടം ഒന്ന് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കൊഞ്ചിക്കലല്ലോ കേട്ടോ. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും കാപ്പിയെല്ലാം കുടിച്ച് വരുമ്പോഴേക്കും പയർ വെന്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. തേങ്ങേൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളം ശരിക്കും അങ്ങ് വറ്റണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറവ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് കടലി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മലക്ക് പോകുന്ന മുമ്പ് ഇട്ടിട്ടുണ്ടായ ഒരു എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെജിറ്റേറിയനും ഈ ഇലയിലെല്ലാം കഴിക്കുന്നതല്ലോ കേട്ടോ. അതിൻ്റെ സൈഡായിട്ട് ഞാൻ അവൽ എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളാവൽ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നമ്മൾ ചുവന്ന അവലുണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ട് നമ്മൾ ചായ കുടി അങ്ങനെ കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ വേറെ ഇരിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം തന്നെ എന്താ പറയുക ചായയും കുടിച്ചിട്ട് ചോറിൻ്റെ പരിപാടി നോക്കുന്നുണ്ട്. കാരണം നമുക്കിന്ന് വോട്ടിന് നേരത്തെ പോകണമല്ലോ. അപ്പോൾ ചോറിന് എന്താ പറയുക ചോറായിട്ടുണ്ട്. അതെടുത്ത് ചോറായിട്ടില്ല, എല്ലാം തെറ്റുന്നുണ്ട്. അരി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ ഈ വയലറ്റ് ക്യാബേജ് ഇല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് തോരൻ വെക്കാൻ പോകുന്നത്, വറവ് ഉണ്ടാക്കാൻ പോകുന്നില്ലത്. ഇത് കുറച്ചെടുത്തിട്ട് ഞാൻ ന്യൂഡിൽസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു പകുതി കഷ്ണം ഇല്ലാത്തത്. അത് കാണാൻ തന്നെ നല്ല രസമില്ലേ. അപ്പോൾ ആ ഒരു എന്താ പറയുക കാണാനുള്ള ഭംഗി നിങ്ങളൊന്ന് കാണിച്ചു തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെല്ലാം ഇത് വറവായിട്ടോ അല്ലെങ്കിൽ വേറെ എങ്ങനെയായിട്ട് കഴിച്ചിട്ടുണ്ടാവും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വയലറ്റ് ക്യാബേജ് കഴിക്കാൻ പോകുന്നത്. വെള്ള ക്യാബേജെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അതെല്ലാം കാണിച്ചു തന്നെ കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ സിമ്പിളായിട്ട് നമ്മൾ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാമ്പാർ ഉണ്ടല്ലോ, വറുത്തരച്ചിട്ടോ അല്ലെങ്കിൽ പൊടികൾ ചൂടാക്കിയിട്ടോ ഒന്നും ഉണ്ടാക്കുന്ന സാമ്പാറല്ല. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കഷ്ണമെല്ലാം മുറിച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതും കൂടി അങ്ങ് വേവിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജിലേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകെല്ലാം ഒന്നാകെ ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്നാകെ മിക്സ് ചെയ്തതിന് ശേഷം മഞ്ഞപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഇനി മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ കളറിലെങ്ങാനും ചേഞ്ച് വന്നല്ലോ, അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിലേക്ക് കടുകും പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകിലും ഇട്ട് പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജ് അതിൽ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പില്ല ഇതിൻ്റെ റെസിപ്പി കാണുമ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളർ ഇങ്ങനെ ഫെയ്ഡ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ അടച്ചു വെക്കാതെയാണ് കുക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് അവിടെ ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് കക്കരിക്ക പെരക്കിന് വേണ്ടിയിട്ടുള്ള കക്കരിക്കും കൂടി തരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കക്കരിക്ക പെരക്കിലേക്കില്ല കക്കരിക്കും തരിച്ച് അതിലേക്ക് തൈര് ഒഴിച്ച് ലാസ്റ്റ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് വറവും ഇട്ട് അതേസമയം കൊണ്ട് സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വറവും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 കറികൾ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ കുറച്ച് പായസം വെക്കാൻ തന്നിട്ട് അരിപ്പായസം വെക്കാൻ തന്നിട്ട് വെല്ലം ഇട്ടിട്ടുള്ള അരിപ്പായസം വെക്കാൻ തന്നിട്ട് അതും കൂടി ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് തേങ്ങയിലിട്ടിട്ട് നമ്മൾ നെയ്പ്പായസം പോലെ ഉണ്ടാക്കൂലേ, നെയ്യ് നന്നായിട്ടെല്ലാം ഒഴിച്ചിട്ട് അങ്ങനത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയെല്ലാം ഈ പറയുന്നതിൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ സാമ്പാറും കക്കരിക്കപ്പരക്കും ക്യാബേജ് വറവും എല്ലാം റെഡി ആയിട്ടുള്ളത്. പായസം കൂടി റെഡിയായി. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മുന്തിരിയൊന്നും ഇല്ല കേട്ടോ. മുന്തിരിയും അണ്ടിപ്പരിപ്പും അങ്ങനെയൊന്നുമില്ല. ഈ നെയ്പ്പായസത്തിൽ അങ്ങനെയൊന്നും കാണില്ലല്ലോ. ഇതൊരു സിമ്പിളായിട്ട് എന്താ അപ്പം തോന്നിയൊരു ഇതിൽ ചെയ്യുന്നത്. അങ്ങനെ അതുമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയുന്നതല്ല, നെയ്യ് നന്നായിട്ട് ചേർത്തോണ്ടാന്ന് തോന്നുന്നു. അമ്പലത്തിനെല്ലാം കിട്ടുന്ന നെയ്പ്പായസം ഉണ്ടല്ലോ അതിൻ്റെ അതേ സ്മെല്ലും ടേസ്റ്റ്
എടുക്കലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പും ഈ സ്റ്റൗവെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് ഇടുന്ന് പുറത്തിറങ്ങണം. നല്ല ചൂടാണ് ഇതിൻ്റെ അകത്ത്, അങ്ങനെ ഫാനും ഇല്ല, ഉരുക്കി പോവും. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിയും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വോട്ട് ചെയ്യാൻ പോകാം. ഞാൻ വിചാരിച്ച പോലെ തന്നെ രാവിലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പോകാമെന്ന്. നട്ടപ്പൊരു വെയിലാണ്, ആ സമയത്താണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഏകദേശം സമയം ഒരു 1:15 തോന്നുന്നു. അങ്ങനെ നമ്മൾ ബൈക്കിലാണ് പോകുന്നില്ല, അത് നടന്നു പോകേണ്ട ദൂരേ ഇല്ലു. പക്ഷേ ഈ വെയിലത്ത് നടക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ്. വിചാരിച്ച പോലെ തന്നെ കേട്ടോ, ഒരാൾ പോലും ഉണ്ടായില്ല. നമ്മൾ നേരെ പോയി വോട്ട് ചെയ്തു, തിരിച്ചു വരുന്നുണ്ട്. ഈ ഉച്ച വെയിലത്ത് ആരും പോകില്ലല്ലോ, അമ്മാതിരി ചൂടല്ലേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നു, കുറച്ച് നേരം ഇരുന്ന് കുറച്ച് വെള്ളമെല്ലാം കുടിച്ചതിന് ശേഷമാണ് പിന്നെ ചോറുണ്ടാൻ പോകുന്നില്ലത്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ചൂട്. എൻ്റെ അടുത്ത് അനീഷേട്ടൻ്റെ ചിത്രം വരെയെല്ലാം ഒന്ന് കാണിച്ചു തന്നെയാണ്. അത്യാവശ്യം ചിത്രമെല്ലാം വരക്കും അനീഷേട്ടൻ. അങ്ങനെ നമ്മൾ പിന്നെ ചോറുണ്ടു, സാമ്പാറും കക്കരിക്കപ്പരക്കും പിന്നെ വറവും എല്ലാം കൂട്ടി അച്ചാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പായസം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചോറുണ്ടിട്ട് കിടന്ന കിടത്താണ്. ഇപ്പം എണീക്കുന്ന സമയം 5 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഉറക്കമായിരുന്നു. ആ പായസം കുടിച്ചിട്ട് അതിൻ്റെ മത്തായി തോന്നുന്നു. ഉറക്കണിച്ച് നോക്കുമ്പോഴേക്കും ഒന്നിച്ച് കിടന്നവരൊന്നും കാണുന്നില്ല, അവരെല്ലാം നേരത്തെ എണീച്ചു തോന്നുന്നു. അപ്പോഴാണ് ഗൗരീൻ്റെ സൗണ്ട് പുറത്തുനിന്ന് കേട്ടത്. അപ്പോഴേക്കും അനീഷേട്ടൻ കെട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ചിരണ്ടി റെഡിയാക്കുന്നുണ്ടായതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.